ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ മോളെ നിക്കാഹായിരുന്നു. അപ്പോൾ നിക്കാഹിൻ്റെ ഒരു വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇവൾ മാറ്റിയിട്ട് ഏകദേശം ഒരു 10:11 മണി ടൈമിനാണ് കേട്ടോ അത് മാറ്റിലൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ ഞങ്ങളിവിടെ പുഴൻ്റെ വക്കിനാണ് വീട്. അപ്പോൾ പുഴൻ്റെ അവിടെയൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു 12:15 ആയപ്പോൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. പിന്നെ ളുഹർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നിക്കാഹ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഉസ്താദുമാരൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് നേരെ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടായിരുന്നു. എന്നിട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ നിക്കാഹ് ഉണ്ടായിരുന്നത്. ഞങ്ങളെ മൂർക്കനാട് പുത്തമ്പള്ളിക്കൽ ഖത്തീബാണ് കേട്ടോ. അപ്പോൾ നിക്കാഹൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓഡിറ്റോറിയത്തിലായതുകൊണ്ട് എല്ലാവർക്കും കാണാനും പറ്റി. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഇന്ന് നിക്കാഹൊക്കെ കഴിഞ്ഞ് പിന്നെ നിക്കാഹ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകി. ഇപ്പോൾ കുറച്ച് വൈകിട്ടാണല്ലോ ളുഹർ ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം പിന്നെ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഏകദേശം 1:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണിനെ നേരെ സ്റ്റേജിലേക്ക് കയറ്റിയാണ് കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്തുള്ള എൻ്റെ മോനാണ് കേട്ടോ. പിന്നെ മറ്റേതൊക്കെ ഓളെ കസിനാണ്, അമ്മായിയുടെ മക്കളാണ് കേട്ടോ. എനിക്ക് 2 ആൺകുട്ടികളുണ്ട്. പക്ഷെ ഒരാൾ അവിടെ ആൾക്കാരൊക്കെ വന്നപ്പോൾ അവർക്ക് വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റേജിലൊക്കെ കയറ്റി കഴിഞ്ഞപ്പോൾ ഓളെ ആ ചെക്കൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മറ്റാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ആങ്ങളമാരും പെങ്ങളും കൂടെയാണ് കേട്ടോ ഈ പോണത്. അങ്ങനെ അവൻ്റെ അടുത്ത് കൊണ്ടാക്കി കൊടുത്തിട്ട് അവൾക്ക് ബൊക്കൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളെല്ലാവരും അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ നിക്കാഹ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുവിധം നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആണുങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ ഒരുവിധം കുറച്ച് പെണ്ണുങ്ങളും ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ആൾക്കാർ പിന്നെ അവിടെ ഇങ്ങനെ സ്റ്റേജിൽ അവിടെ താഴെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊന്നിങ്ങനെ കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മഹർ കെട്ടലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ ഫുഡ് കഴിച്ചത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിക്കാൻ കൊണ്ടുപോയത്. അപ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് ലേറ്റായി കേട്ടോ. ഇത് ചെക്കൻ്റെ കൈക്ക് മോളെ അവനക്ക് കൊടുക്കുകയാണ് കേട്ടോ. അത് അവളെ 2 ആങ്ങളാരും പിന്നെ അവളെ ഉപ്പയും ഞാനും കൂടെയാണ് കേട്ടോ. അപ്പോൾ അതാ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെന്താ ഓല് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതിന് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഓൻ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ഞങ്ങളും നിന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവനോട് ഞാൻ പറഞ്ഞു എന്നാൽ മഹർ ചാർത്തലും കൂടിയും കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം, എന്നിട്ട് പിന്നെ അതിൻ്റെ ശേഷം ചെയ്യുക ബാക്കി പരിപാടികളെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാ മഹർ കെട്ടി കൊടുക്കുകയാണ് അവന് കേട്ടോ. അവൻ്റെ ഉപ്പിമ്മയാണ് നിൽക്കുന്നത്. പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് കേട്ടോ ഇവിടെ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നിന്നിട്ട് അവൾക്ക് മഹറൊക്കെ ചാർത്തി കൊടുത്ത് അത് കഴിഞ്ഞ് അപ്പോൾ അതാ മഹറൊക്കെ ചാർത്തിൽ കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ മൂത്ത പെങ്ങളാണ് കേട്ടോ. അത് അവർ മുട്ടായികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ വേറെ കസിനൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ അങ്ങനെ മുട്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ ഫാമിലി ആയിട്ട് നിന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം ആൾക്കാർ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഇനി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ അവളെയും പാടെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓളെ ഫ്രണ്ട്സോളാണ് നിൽക്കുന്നത്. അവർ ഇതൊക്കെ ചെയ്യിച്ചു. അതിൻ്റെ ശേഷം ഞാനപ്പോൾ ഇതൊന്നും ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കല്ലേ. അപ്പോൾ ഫുഡിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല തിരക്കായപ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓളെ കസിനോളാണ് കേട്ടോ. അതൊക്കെ അമ്മായിയുടെ മക്കളാണ്. അപ്പോൾ അവരൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഫോട്ടോകൾ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫോട്ടോകളൊക്കെ എടുത്തു. അപ്പോഴേക്കും അവിടെ നല്ല തിരക്കായപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ കേക്കും കൂടെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാറിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കേക്ക് കട്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ. അവൻ്റെ പെങ്ങന്മാരും എൻ്റെ കസിനൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യൽ കഴിഞ്ഞിട്ട് പിന്നെ അവർ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഒരു ഡ്രസ്സ് മാറിയിട്ട് അവളായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പോയപ്പോൾ അവളെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം അങ്ങനെ നിക്കാഹിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിൽ അധികമായിട്ട് അടിപൊളിയായിട്ട് സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ എൻ്റെ 2 മക്കളും പിന്നെ
ഓളെ അമ്മായിൻ്റെ 2 മക്കളുമാണ് കേട്ടോ അത്. ഇവരും ഡ്രസ്സും അടിപൊളിയായിരുന്നു. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പം ഞങ്ങളെ നിക്കാഹിൻ്റെ പരിപാടികളൊക്കെ നല്ല ഉഷാറായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഓളെ കസിനാണ് കേട്ടോ. ഇതിൽ ഓളെ 2 ബ്രദർ ഒഴിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഓളെ കസിനാണ്. അപ്പോൾ അതാ ഫോട്ടോസുകളൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും പോയി. അവർ ഡ്രസ്സ് മാറാനും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ 2 ആൺകുട്ടികൾ. മൂത്ത ആൾ ഇതും പിന്നെ അതിൻ്റെ നടുക്കാണ് കേട്ടോ അവൾ, ചെറിയ ആൾ അതും. അങ്ങനെ അവർ രണ്ടാളും കൂടിയൊക്കെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തു. അപ്പോൾ ഇത്ര തന്നെ ഉള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.